ഹലോ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി വെക്കാമെന്നാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 2 കിലോ ചിക്കൻ ഉണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കൊന്നിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം. നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം. പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ കൂടെ ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, ഒരു ചെറിയ ഇഞ്ചി, കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, 2 വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാൻ പോകുന്നത്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 മുറി തേങ്ങയാണ്. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് തേങ്ങയെ വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മുടെ തേങ്ങ നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ 2 മസാല മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നല്ലവണ്ണം ഇതിന്റെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നിങ്ങൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ ഈ ചൂടിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇടയ്ക്ക് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതി. നമുക്കിനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമുക്കിനി ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 1, ഇത്രയും നമുക്ക് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അതിന്റെ പച്ച മണക്ക് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ചിക്കൻ കറിക്ക്. അതിന്റെ തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കാരണം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ വലിയ ഉള്ളിയാണ് എടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള മസാലയും നമ്മൾ ചിക്കനും നേരത്തെ ചേർത്തതിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ തക്കാളിക്കും ഉള്ളിക്കും പിടിക്കാനുള്ള മസാല മാത്രമേ ഞാനിപ്പോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, തക്കാളി കൂടെ നല്ലവണ്ണം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് സമയം ഇത് ഇളക്കി മസാലയെല്ലാം ചിക്കനിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറ് ഇതാക്കിയതുണ്ട്, അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് ഈ കൂട്ടൊക്കെ ഈ ചിക്കനിൽ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ ഇതില് നല്ല ചാറുണ്ട്. ഇത് തിളച്ച വെള്ളമാണ്. ഉപ്പില്ല, നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം തിളച്ച് ഇത് ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വരട്ടെ. ഇത് അരച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചിടാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയൊക്കെ
ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ. ഇത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി.